നമസ്കാരം. കൊച്ചിയിലെ ഹണി ട്രാപ്പ് കേസിൽ പരാതിക്കാരനായ IT വ്യവസായി പ്രതിയായതോടെ കേസ് വലിയ തോതിൽ ചർച്ചകൾക്കിടയാക്കിയിരുന്നു. കേസിൽ ആദ്യം പ്രതിയായ യുവതിയുടെ പരാതിയിൽ IT വ്യവസായിക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. യുവതിയുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു, ഭീഷണിപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയായിരുന്നു പോലീസ് ആദ്യം കേസെടുത്തത്. കൊച്ചിയിലെ ലിറ്റ്മസ് 7 IT സ്ഥാപനത്തിന്റെ CEO വേണുഗോപാലകൃഷ്ണൻ പ്രതിയായ ലൈംഗിക പീഡന പരാതിയിൽ അന്വേഷണം തുടരുന്നതിനിടെ മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഹർജി പരിഗണിക്കുന്നതിനിടെ അസാധാരണ നടപടിയാണ് സുപ്രീം കോടതി സ്വീകരിച്ചത്. കേസ് മധ്യസ്ഥതയിലൂടെ തീർത്തുകൂടെയെന്ന് സുപ്രീം കോടതി ചോദിച്ചു. അതിജീവിതയോടാണ് കോടതി ഇക്കാര്യം ആരാഞ്ഞത്. കേസിലെ കാര്യങ്ങളും സാഹചര്യവും പരിശോധിക്കുമ്പോൾ വിഷയം മധ്യസ്ഥതയിലൂടെ പരിഹരിച്ചുകൂടെ എന്ന് കോടതി ആരാഞ്ഞു. തുടർന്ന് ഈ കാര്യം പരിശോധിക്കാൻ കേസ് സുപ്രീം കോടതിയുടെ മീഡിയേഷൻ സെന്ററിന് വിട്ടു. ഇരു കക്ഷികളും ഓൺലൈനായി ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചു. സാധാരണ ലൈംഗിക അതിക്രമ പരാതികളിൽ ഇത്തരം നടപടികൾ സുപ്രീം കോടതി സ്വീകരിക്കാറില്ല. കേസിൽ നേരത്തെ വേണുഗോപാലകൃഷ്ണന് നൽകിയ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം നീട്ടി. ഈ മാസം 7-ന് ഓൺലൈനായി ഇരു കക്ഷികളും മീഡിയേഷൻ സെന്ററിൽ ഹാജരാകണം. മധ്യസ്ഥ സെന്ററിന്റെ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കണം. കേസ് അടുത്ത വർഷം ഫെബ്രുവരി 2-ന് വീണ്ടും പരിഗണിക്കും. കേസിൽ സംസ്ഥാന സർക്കാരിനായി സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷയരാജൻ ശങ്കർ ഹാജരായി. കേസിലെ പ്രതിയായ IT വ്യവസായി വേണുഗോപാലകൃഷ്ണനായി മുതിർന്ന അഭിഭാഷകരായ മുകുൾ റോത്തഗി, രാഗേന്ദ്ര ബസന്ത്, അഭിഭാഷകരായ വിഷ്ണു P. തോമസ് ആനുക്കല്ലുങ്കൽ എന്നിവർ ഹാജരായിരുന്നു. യുവതിയുടെ പരാതിയിൽ ഇൻഫോ പാർക്ക് പോലീസാണ് കൊച്ചിയിലെ ലിറ്റ്മസ് 7 IT സ്ഥാപനത്തിന്റെ CEO വേണുഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തത്. യുവതി തന്നെ ഹണി ട്രാപ്പിൽ കുടുക്കിയെന്ന ഇയാളുടെ പരാതിയിൽ ആദ്യം യുവതിക്കും ഭർത്താവിനുമെതിരെ സെൻട്രൽ പോലീസ് കേസെടുത്തിരുന്നു. താൻ ICC മുൻപാകെ പരാതി നൽകുമെന്ന് അറിയിച്ചതോടെയാണ് വ്യവസായി തന്നെ ഹണി ട്രാപ്പിൽ കുടുക്കിയതെന്ന് യുവതി ആരോപിച്ചത്. തൊഴിലിടത്തിൽ അമിത ലൈംഗിക താൽപര്യത്തോടെ വേണുഗോപാലകൃഷ്ണൻ പെരുമാറിയെന്നായിരുന്നു പോലീസിന് യുവതി നൽകിയ പരാതിയിലെ ആക്ഷേപം. കേസിൽ കൂടുതൽ വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നിരുന്നു. തന്നെ കണ്ട നാൾ മുതൽ CEO അമിതമായ ലൈംഗിക ആസക്തി കാട്ടിയെന്നും രാത്രികളിൽ അശ്ലീല വീഡിയോകൾ അയച്ചു തരുമായിരുന്നുവെന്നും പലപ്പോഴും ഇയാളുടെ അശ്ലീല പ്രവൃത്തികൾ മാനസികമായി തന്നെ തളർത്തിയെന്നും 3 പേരുമായി സെക്സ് ചെയ്യാൻ നിർബന്ധിച്ചു എന്നും പരാതിയിൽ യുവതി ആരോപിച്ചിരുന്നു. IT ലോകത്തെ വമ്പനെതിരായ ആരോപണം ടെക് ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. താൻ സ്ഥാപനത്തിൽ കയറിയപ്പോൾ ആദ്യകാലത്ത് CEO മാന്യമായിട്ടാണ് പെരുമാറിയതെന്നും പിന്നീട് അത് വഴിതെറ്റിയെന്നുമായിരുന്നു യുവതി പരാതിയിൽ ആരോപിച്ചത്. സ്വകാര്യ ഫോൺ നമ്പർ വഴി വിളിച്ച് വീട്ടിലേക്ക് ക്ഷണിച്ചു. ആദ്യ മാസങ്ങളിൽ ജോലിയുടെ പേരിൽ അദ്ദേഹത്തിന്റെ ക്യാബിനിലിരുത്തി. ഉച്ചഭക്ഷണം പോലും അദ്ദേഹത്തോടൊപ്പം മാത്രമേ കഴിക്കാൻ പാടുള്ളൂവെന്ന് നിബന്ധനയുണ്ടായിരുന്നു. അതുപോലെ മറ്റു ജീവനക്കാരുമായി സംസാരിക്കുകയോ ബന്ധം സ്ഥാപിക്കാനോ ചെയ്യരുതെന്നും പറഞ്ഞുവെന്നും യുവതി പറയുന്നു. മൂന്നാറിലേക്ക് ഔദ്യോഗിക സംഘത്തോടൊപ്പം യാത്ര നടത്തിയപ്പോൾ ഒരു റിസോർട്ടിൽ താമസിക്കവേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിസമ്മതിച്ചതിനാൽ തന്നെ മാനസികമായി തളർത്തുകയും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തുവെന്നും പരാതിയിൽ യുവതി ചൂണ്ടിക്കാട്ടി. മറ്റൊരു യാത്രയ്ക്കിടെ 3 പേർ ഒരുമിച്ചുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചുവെന്നും ഇത് സഹിക്കാൻ സാധിച്ചില്ലെന്നും യുവതി ആരോപിച്ചിരുന്നു. CEOയുടെ ശല്യം സഹിക്കാൻ കഴിയാതെ ഭർത്താവിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചപ്പോഴാണ് ഹണി ട്രാപ്പിൽ കുടുക്കിയെന്ന് പറഞ്ഞ് തങ്ങളെ അറസ്റ്റ് ചെയ്തത്. അതും അയാളുമായി പരിചയമുള്ള പോലീസിനെ വെച്ചായിരുന്നു പ്രവൃത്തി ചെയ്തതെന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു. അതേസമയം കമ്പനി CEOയ്ക്കെതിരായ ആരോപണങ്ങൾ വ്യാജമാണെന്നായിരുന്നു കമ്പനി വൃത്തങ്ങൾ വിശദീകരിച്ചത്. പണം തട്ടാനുള്ള ശ്രമം പാളിയതിനെ തുടർന്നാണ് CEOയ്ക്കും കമ്പനിക്കുമെതിരെ യുവതി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നായിരുന്നു വേണുഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയത്. 1.5 വർഷം കമ്പനി CEO വേണുഗോപാലകൃഷ്ണന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആയിരുന്ന യുവതി ഇയാൾ നൽകിയ പരാതിയെ തുടർന്ന് ഹണി ട്രാപ്പ് കേസിൽ പ്രതിയാകുകയായിരുന്നു. ഇവരെയും ഭർത്താവിനെയും 2ാം പ്രതിയാക്കിയാണ് കൊച്ചി സെൻട്രൽ പോലീസ് കേസെടുത്തത്. എന്നാൽ കോടതിയിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയ യുവതി കമ്പനി CEO തന്നെ തൊഴിലിടത്തിൽ വെച്ച് ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുന്നത്.